BM എപ്പോഴും നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ? താറിൽ വരുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ ഒരു ചേഞ്ച് ആവാന്ന് വിചാരിച്ചു. താറിൽ വരുന്ന കണ്ടിട്ടുണ്ടോ? ഇന്ന് ഒന്നും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. ഇത് എവിടുത്തെ ചോദ്യം? ഏത് ഓൺലൈൻ മീഡിയ ആണോ? ആ, കാണാറുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട സമയമായി തുടങ്ങണല്ലേ ഉള്ളൂ. നല്ല എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. മീഡിയയുടെ പേരെന്താ? ഇതുവരെ കണ്ടതിൽ എന്താ ഫീൽ ചെയ്ത്? വേണ്ടടാ, ഞാൻ ഇട്ടോളാം. ഇത്തിരി ഒന്ന് നീങ്ങി നിൽക്കാം. നിങ്ങൾക്ക് വിശുദ്ധമായിട്ട് സംസാരിക്കണോ? ആരൊക്കെയല്ലേ ഇവിടെ? 1 2 ഓക്കെ. ബിഗ് ബോസിൽ ഇപ്പൊ കണ്ടതിൽ വെച്ച് അനുമോളിലൊക്കെ ഗെയിമൊക്കെ എങ്ങനെയുണ്ട്? അനുവിനെയൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എത്ര മെച്ചുവേർഡ് ആയിട്ട് അനു ഗെയിം കളിക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര അഭിമാനം തോന്നി. അനുകുട്ടിയൊക്കെ നല്ല മെച്ചുവേർഡ് ആയി തുടങ്ങിയില്ലേ, ചെറുതായിട്ട് കറിയാണെങ്കിലും. ബട്ട് അനു ഇത്ര അടിപൊളിയായിട്ട് പ്ലേ ചെയ്ത് തുടങ്ങിയില്ലേ, ഗുഡ്. ആരുടെയും ഗെയിംസ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ലൈക്ക് ഒരു വീക്ക് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഇന്ന് വരെ ലൈക്ക് ബിഗ് ബോസ് അങ്ങനെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. എപ്പോഴും വൈറൽ കട്ട്സാണ് കാണാറ്. പക്ഷെ ഇത്തവണ നമ്മുടെ കുറച്ച് ഫേവറേറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും ബിഗ് ബോസ് കാണുന്നുണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ ആരെ സപ്പോർട്ട് ചെയ്യണേ? എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ നിങ്ങൾ ഇത്തിരി ഇറങ്ങിയിരിക്കുന്നു, ഞാൻ പോവില്ല. അനീഷിന്റെ വേ ഓഫ് സ്ട്രാറ്റജി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അനീഷിന് എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. ഞാൻ ഇന്നലെ എന്നിട്ട് അനീഷിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് 2021 അനീഷ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. എനിക്ക് 15 വയസ്സുള്ള സമയത്ത് അദ്ദേഹം ലൈക്ക് എന്താ പറയുക, കോളേജിൽ എവിടെയോ പഠിപ്പിക്കുക അങ്ങനെ എന്തോ ആണ്. ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന തൃശ്ശൂരിലെ ലോക്കൽ ചാനലിലാണ്. പാട്ടുപാടി ചോദ്യം ചോദിക്കുന്നത്. MCV ആണ് ചാനൽ. അതേ ചാനലിൽ ഞാൻ 5 മണിക്കാണ് കയറണമെന്നുണ്ടെങ്കിൽ 5 to 6 ഞാൻ ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം 4 to 5 ലൈവും കൂടെ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും, അനീഷ് പണ്ടൊരു ആങ്കറും കൂടെ ആയിരുന്നു. ഒരു ലോക്കൽ ചാനലിൽ ആങ്കർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അനീഷിൻ്റെ സ്ട്രാറ്റജീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏറ്റവും അധികം ആൾക്കാർ അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാവിടെയും പോയി ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നൈസ് പ്ലേ. ആൻഡ് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അനു ആണെങ്കിലും, അനുവൊക്കെ ലൈക്ക് അത്രയും തൊട്ടവാടി കുട്ടിയായിരുന്നു. പക്ഷെ അനു ഇപ്പം നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ ഇടപെടേണ്ട അടുത്ത് ഇടപെടുന്നു. അങ്ങനെയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും. വരട്ടെ, അതിനൊക്കെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്തു. അതൊക്കെ പേഴ്സണൽ അല്ലേ. ഞാൻ അനുവിന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അതല്ലടാ ഞാൻ പറഞ്ഞത്. സ്ട്രാറ്റജീസ് ബിഗ് ബോസിനേക്കാളും ഒന്നും കൂടി ഇംപ്രൂവ് ആയി അങ്ങനെ ഒരു ഫീൽ തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ബിഗ് ബോസ് റെഗുലറായിട്ട് കണ്ടിരുന്ന ഒരാളല്ല. ബട്ട് ഇപ്പോഴും വൈറൽ കട്ട്സ് ഒക്കെ കാണാറുണ്ട്, അങ്ങനത്തെ രീതിയാണ്. പക്ഷേ ഇത്തവണ നമ്മുടെ നിയർ വൺസ് ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് കാണാനായിട്ട് ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സും ഞാൻ അറ്റ്ലീസ്റ്റ് ഹോട്ട്സ്റ്റാറിലെങ്കിലും കയറി കാണാറുണ്ട്. അപ്ഡേറ്റഡ് ആണ് ഞാൻ. ലാലേട്ടനൊക്കെ 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം പ്രൊമോഷൻസും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതെ അതെ അതെ. കുറച്ചുകൂടി നല്ല രീതിയിൽ എടുത്തു നിൽക്കണമെന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട് തവണത്തെ ബിഗ് ബോസ്. എന്നെ വിളിച്ചിരുന്നതാ. തൽക്കാലം ഇപ്പൊ വേണ്ട. കഴിഞ്ഞ വർഷവും വിളിച്ചിരുന്നു, ഇത്തവണയും വിളിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ ഞാനിവിടെ വേണ്ടേ? കുഴപ്പമില്ലാണ്ട് പോണു. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഇനി എന്തൊക്കെ കളികളാണെന്നുള്ളത് നമുക്ക് വഴി അറിയാൻ പറ്റില്ലല്ലോ. ഓക്കെ. എന്താണ് ആര് വരാൻ ഇത്തവണ ബിഗ് ബോസിലോ? ഇനി ഞാനും ഇങ്ങനെ പറയണു, ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നാളെ എന്നെ കാണണോ? ഞാനൊരു യൂട്യൂബ് കണ്ടന്റ് കൂടെ ഇട്ടിട്ട് പോവാം. ഇല്ലടാ, ഞാൻ ഇപ്പൊ കറന്റ് ഇതുവരെയുള്ള തീരുമാനത്തിൽ ഞാൻ വൈൽഡ് കാർഡ് എൻട്രിയിലോ അങ്ങനെയൊന്നും പോകുന്നില്ല. ഓക്കെ. അനു മുമ്പ് പറഞ്ഞിരുന്നു ഉണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനു ബ്ലെസ്സിങ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഇപ്പം ലൈക്ക് കമ്പനി ഇപ്പം എത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത്രയും വേണ്ടപ്പെട്ടവരോട് ജസ്റ്റ് ഒന്ന് പേഴ്സണലി പറയില്ലേ, അവള് ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് അവള് ലൈക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയായിരുന്നു അവൾക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്ത് എല്ലാ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഇതായിട്ടാണ് അവള് പോയത്. ടിപ്സ് എന്തെങ്കിലും കൊടുത്തായിരുന്നു? അതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിയെ നിങ്ങൾ കാണൂ ഓൺ സ്ക്രീൻ. കാണാനിരിക്കുന്നുണ്ട്. 7ന്റെ പണിയല്ലേ, നമുക്ക് നോക്കാം. മാസ്ക് വെച്ചോണ്ട് എനിക്കൊന്നും കേൾക്കാനില്ല. ടിക്കറ്റ് കേട്ടില്ല. ചോദ്യം ഇല്ലില്ല, ബുക്ക് ചെയ്തിട്ടില്ല. ശരി ട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു. ഫാഷൻ ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എൻജോയ് ചെയ്തോ? ആരുടെ കൂടുതൽ ഇഷ്ടമായി? എന്റെ അടുത്ത് കുറെ റോസ്റ്റ് ചെയ്തതല്ലേ? ചേച്ചിമാരാണോ? ഓ, ഞാൻ ചേട്ടന്മാരുടെ സമയത്തായിരുന്നു ഞാൻ കയറിയിരുന്നത്.
എനിവേസ് അപ്പോൾ ശരി കേട്ടോ, ബൈ, ടേക്ക് കെയർ.